Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ iPhone 14 Proയിലെ ഒരു പുതിയ ഫീച്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, ആക്ഷൻ മോഡ്. അപ്പോൾ iPhone 14 Proയിലെ ക്യാമറാസ് ആക്ച്വലി ചേഞ്ച്ഡ് ആണ്. ഇത് 48 മെഗാപിക്സൽ ക്യാമറയാണ് iPhone 14 Proയിൽ കൊടുത്തിരിക്കുന്നത് കമ്പയർഡ് ടു 12 മെഗാപിക്സൽ ഓൺ iPhone 13 Pro. അത് പ്രൈമറി ക്യാമറ മാത്രമേ 48 മെഗാപിക്സൽ ഉള്ളൂ, ബാക്കി രണ്ട് ക്യാമറയും റെഗുലർ 12 മെഗാപിക്സൽ ആണ്, ബട്ട് ഇംപ്രൂവ്ഡ് ആണ്. ഇനി ഒരു പുതിയ ഫീച്ചർ എന്ന് വെച്ചാൽ ആക്ഷൻ മോഡാണ്. ഈ ആക്ഷൻ മോഡ് എന്ന് വെച്ചാൽ എക്സ്ട്രീം ഷെയ്ക്കി കണ്ടീഷനിലോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ റൺ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓടുകയാണെങ്കിലൊക്കെ സ്റ്റേബിൾ ഫുട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ഷൻ മോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം 4Kൻ്റെ അടുത്തൊരു ഐക്കൺ ഉണ്ടോ, ഇതാണ് ആക്ഷൻ മോഡ്. ഈ ഐക്കണാണ് ആക്ഷൻ മോഡ്. 4Kൻ്റെ അടുത്ത് നമുക്ക് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ മോഡ് കാണാം. അപ്പോൾ ആക്ഷൻ മോഡിന് ആക്ച്വലി നല്ല ലൈറ്റുള്ള കണ്ടീഷൻ ആയിരിക്കും, പ്രത്യേകിച്ച് ഔട്ട്ഡോർ കണ്ടീഷൻ ആണെങ്കിൽ നല്ല ആക്ഷൻ മോഡ് വീഡിയോസ് കിട്ടും. പക്ഷേ ലോ ലൈറ്റിൽ ആക്ഷൻ മോഡ് യൂസ് ചെയ്യാം, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ 4Kന്ന് എടുത്ത് ഇപ്പോൾ ആക്ഷൻ മോഡ് ടേൺ ഓഫ് ചെയ്യാണ്, ഞാൻ 4Kയിലാണ് ഇരിക്കുന്നത്, 4K 60 FPS. ആക്ഷൻ മോഡ് ടേൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അത് 2.8K ആവുന്നതാണ്. അപ്പോൾ ഇതൊരു ക്രോപ്പ് മോഡാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. എക്സ്ട്രീം സ്റ്റെബിലൈസേഷൻ ക്രോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4K റെക്കോർഡിംഗ് ഇല്ല ആക്ഷൻ മോഡിൽ. ഇൻസ്റ്റഡ് 1080p റെസൊല്യൂഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. 1080p റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. പക്ഷേ 1080p എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് 0.5x എടുക്കുക, അതാണ് അൾട്രാ വൈഡ് ആംഗിളിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യാണ്. അപ്പോൾ അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 1x എടുക്കാം. 1x റെഗുലർ മോഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടെ ക്രോപ്പ് ആയിരിക്കും, അതായത് സൂംഡ് കൈൻഡ് ഓഫ് വീഡിയോ ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ വൈഡായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 0.5x അതായത് അൾട്രാ വൈഡ് ആംഗിളിലേക്ക് എടുക്കുകയായിരിക്കും നല്ലത് ആക്ഷൻ മോഡ്. ഇനി ഈ ആക്ഷൻ മോഡ് ആക്ച്വലി യൂസ്ഫുൾ ആണോ നമുക്ക് നോക്കാം, ഒരു ഫുട്ടേജ് എടുത്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ലോ ലൈറ്റിൽ എങ്ങനെ ആക്ഷൻ മോഡ് യൂസ് ചെയ്യാന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് എടുക്കുക, എന്നിട്ട് ക്യാമറ UI നോക്കുക, അതായത് സെറ്റിങ്സിനകത്ത് ക്യാമറ എന്നുള്ള ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് റെക്കോർഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. then അത് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമുക്ക് ആക്ഷൻ മോഡ് ലോവർ ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ലോ ലൈറ്റിൽ ആക്ഷൻ മോഡ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സ്റ്റെബിലൈസേഷൻ കുറച്ച് കുറയ്ക്കും, കാരണം മോർ ലൈറ്റിന് വേണ്ടി ചെയ്യുമ്പോൾ സ്റ്റെബിലൈസേഷൻ കുറച്ച് കുറയും. അത്രയും എക്സ്ട്രീം സ്റ്റെബിലൈസേഷൻ ഉണ്ടാവില്ല. നല്ല ലൈറ്റ് ഉള്ളപ്പോഴുള്ള എക്സ്ട്രീം സ്റ്റെബിലൈസേഷൻ ലോവർ ലൈറ്റിൽ ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾക്ക് ആക്ഷൻ മോഡ് ലോ ലൈറ്റിലും യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത. അപ്പോൾ ക്യാമറ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ റെക്കോർഡ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ആക്ഷൻ മോഡ്. ഇനി നമുക്ക് ഇതിൽ നിന്നെടുത്തൊരു ഫുട്ടേജ് കൂടി കാണാം, എത്രത്തോളം സ്റ്റെബിലൈസ്ഡ് ആണ് ഈ ആക്ഷൻ മോഡ് എന്നും കൂടി നമുക്ക് നോക്കാം. iPhone 13 Proയും iPhone 14 Pro ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ഫുട്ടേജ് നിങ്ങൾക്ക് കാണാം, രണ്ടും തന്നെ നോർമൽ സെറ്റിങ്സ് ആണ്. ഞാൻ നടക്കുന്ന ഒരു ഫുട്ടേജാണ്. അപ്പോൾ രണ്ടിലും തന്നെ നല്ല സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആക്ഷൻ മോഡ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ആക്ഷൻ മോഡാണ്. അപ്പോൾ ഞാൻ റൺ ചെയ്യാണ്, വീഡിയോ ഫോൺ കയ്യിലെടുത്ത് ഓടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം സ്റ്റേബിളാണ് iPhone 14 Pro iPhone 13 Pro ആയിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ആക്ഷൻ മോഡ്. അപ്പോൾ ഈ സാമ്പിൾ ഫുട്ടേജ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം സ്റ്റേബിളാണ് ഈ ആക്ഷൻ മോഡ് എന്നുള്ളത്. അപ്പോൾ അത് വളരെ എന്താ പറയുക, വളരെ സ്ട്രോങ് സ്റ്റെബിലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ നമ്മളൊരു ഓടുന്ന ഒരു ഫുട്ടേജൊക്കെ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ക്യാമറയും നമ്മളും ഓടുന്ന ഒരു അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യേ അങ്ങനെ എക്സ്ട്രീം ഫുട്ടേജസിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആക്ഷൻ മോഡ്. അതിൻ്റെ പേര് തന്നെ ഉണ്ട്, ആക്ഷൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ടേൺ ഓൺ ചെയ്യുന്നത് നല്ലൊരു സ്റ്റേബിൾ ഫുട്ടേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതായിരുന്നു ആക്ഷൻ മോഡ് iPhone 14 Proയിലെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരിക്കലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.